Welcome to Men4 Tech, your portal to the future. And don't forget, we're always here, ready to guide you. Make sure to subscribe, like, and share our content. ഹായ് ഫ്രണ്ട്സ്, മെൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ CCTV ക്യാമറയുടെ VNC കണക്ടറും DC പിന്നും എങ്ങനെയാണ് പ്രോപ്പറായി കണക്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായും കാണുക. ഇതാണ് CCTV ക്യാമറയിൽ നിന്നും DVRലേക്ക് വീഡിയോ സിഗ്നൽ എത്തിക്കുന്ന VNC കണക്ടർ. VNC കണക്ടറിൻ്റെ ഫ്രണ്ടിലായുള്ള ഈ പ്ലാസ്റ്റിക് ക്യാപ്പ് ആദ്യം തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അതിനുശേഷം VNC കണക്ടറിൻ്റെ പുറകിലത്തെ ക്യാപ്പും നമുക്ക് ഊരി മാറ്റാം. VNC കണക്ടറിൽ ഒരു സ്ക്രൂ ചെയ്തിരിക്കുന്ന ഒരു പിന്ന് കണ്ടല്ലോ. ഈ പിന്നിലാണ് CCTV കേബിളിൻ്റെ പോസിറ്റീവ് വയർ കണക്ട് ചെയ്യേണ്ടത്. മുകളിലായുള്ള ഈ റിങ് പോലെയുള്ള ഈ പോർഷൻ നെഗറ്റീവ് ടെർമിനലാണ്. ഇവിടെയാണ് നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. VNC കണക്ടറിൽ ഈ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഇത് SMPSൽ നിന്നും CCTV ക്യാമറയിലേക്ക് 12 വോൾട്ട് DC പവർ എത്തിക്കുന്ന DC പിന്നാണ്. ഇതിൽ പ്ലസ് എന്ന് എഴുതിയിരിക്കുന്ന ഈ പിന്നാണ് പോസിറ്റീവ് പിന്നും മൈനസ് എന്നിരിക്കുന്ന നെഗറ്റീവ് സോക്കറ്റുമാണ്. ഞാനിവിടെ ഹിക്വിഷൻ്റെ 3+1 കോയാക്സിൽ കേബിളാണ് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കേബിളിൽ വീഡിയോയ്ക്ക് ഒരു കേബിളും പവർ സപ്ലൈക്കും മൈക്കിനും കൂടി വേറൊരു കേബിളുമായിട്ട് 2 കേബിളുകൾ കൂടിച്ചേർത്താണ് ഈ കേബിൾ വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ കേബിള് നടുക്ക് വെച്ച് നൈഫ് ഉപയോഗിച്ച് രണ്ടാക്കി മാറ്റാം. കാരണം ഒരെണ്ണം വീഡിയോ കേബിളിനും ഒരെണ്ണം പവർ സപ്ലൈക്കുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് റിമൂവ് ചെയ്യുന്നത്, കട്ട് ചെയ്ത് മാറ്റുന്നത്. കട്ട് ചെയ്ത് മാറ്റുമല്ല, നമ്മളിത് രണ്ടാക്കി നിർത്തുന്നു. നമുക്കിനി ഈ VNC കണക്ടറിൻ്റെ ലെങ്ത്തിൽ വീഡിയോ കേബിളിൻ്റെ ഇൻസുലേഷൻ റിമൂവ് ചെയ്യാം. കേബിൾ സ്ട്രിപ്പർ ഉപയോഗിച്ച് ഇതിൻ്റെ ഇൻസുലേഷൻ റിമൂവ് ചെയ്യുകയാണ്. ഇത് റിമൂവ് ചെയ്യുമ്പോൾ അകത്തെ വയറുകൾ കട്ടാവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ കേബിളിൻ്റെ പുറമേ ഒരു കോപ്പർ ഷീൽഡ് കാണാൻ പറ്റും. ഇത് വീഡിയോയ്ക്ക് ഉപയോഗിക്കുന്ന നെഗറ്റീവ് വയറുകളാണ്. ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ കേബിളിൻ്റെ പിന്നലെല്ലാം അഴിച്ച് നമുക്ക് പിരിച്ചെടുക്കാൻ തക്കവണ്ണം മാറ്റിയെടുക്കുക. ഇതുപോലെ പൊളിച്ച് എടുക്കുക. അതിൻ്റെ അടിയിലായിട്ട് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കാണാം. ചിലപ്പോൾ കോപ്പറിൻ്റെ ആയിരിക്കും. അത് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ആ പുറമേ ഉണ്ടായിരുന്ന ഷീൽഡ് വയർ പിരിച്ച് ഒരു കേബിൾ രൂപത്തിലാക്കി മാറ്റുക. VNC കണക്ടറിൻ്റെ ബാക്കിലെ കവർ ആദ്യം ഇറക്കി വിടാം. ഒരു സെൻറ്റിമീറ്റർ ലെങ്തിൽ ഈ വൈറ്റ് കേബിളിൻ്റെ ഇൻസുലേഷൻ കേബിൾ സ്ട്രിപ്പർ ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം VNC കണക്ടറിൻ്റെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാനുള്ള സ്ക്രൂ നമുക്കൊന്ന് അഴിച്ചു വയ്ക്കാം. കോപ്പർ വയർ നമുക്ക് 1 സെൻറ്റിമീറ്റർ ലെങ്തിൽ കട്ട് ചെയ്ത് മാറ്റാം.
BNC കണക്ടറിൻ്റെ നെഗറ്റീവ് ടെർമിനൽ നമുക്കൊരു നോസ് പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് വിടർത്തി വയ്ക്കാം. ഇനി നമുക്ക് ഈ വീഡിയോ കേബിളിൽ ഒരു സ്ലീവ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് CCTV കേബിളിൻ്റെ റൗണ്ട് ടൈപ്പ് പഴയ കേബിളിൻ്റെ പുറമേയുള്ള ഇൻസുലേഷൻ കവറാണ് ഞാനിവിടെ എടുക്കുന്നത്. അതൊരു BNC കണക്ടറിൻ്റെ ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു നൈഫോ പ്ലെയറോ ഉപയോഗിച്ച് 1.5 സെൻറ്റിമീറ്റർ ലെങ്കിൽ ഇതുപോലെ കീറിയെടുക്കുക. കീറിയെടുക്കുക. അതായത് അളവ് ഞാൻ കാണിച്ചു തരാം. BNC കണക്ടറിലേക്ക് ഇതുപോലെ ഇറക്കി വിടുക. എന്നിട്ട് നെഗറ്റീവ് ടെർമിനലിൻ്റെ എൻഡിലായിട്ട് ഈ കീറൽ നിൽക്കത്തക്കവണ്ണം ഇനി ഇതിനെ ക്രോസ് ആയിട്ടും ഒന്ന് കീറി കൊടുക്കുക. ഇതുപോലെ കീറി കൊടുക്കണം. നീളത്തിൽ കട്ട് ചെയ്യുക, ശേഷം ക്രോസ് ആയിട്ടും ഒന്ന് കട്ട് ചെയ്യുക ഇതുപോലെ. അതിനുശേഷം നമുക്ക് ഈ സ്ലീവ് ഈ കേബിളിലൂടെ പോസിറ്റീവും നെഗറ്റീവും കേബിളുകൾ ഉൾപ്പെടെ ഇറക്കി വിടുക. ഇതുപോലെ ഇറക്കി വിടുക. അതിനുശേഷം BNC കണക്ടറിൻ്റെ പോസിറ്റീവ് CCTV കേബിളിൻ്റെ പോസിറ്റീവ് കേബിള് പോസിറ്റീവ് ടെർമിനലിലേക്ക് കയറ്റി വെച്ച് സ്ക്രൂ ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായി സ്ക്രൂ ചെയ്യുക. ഈ സ്ലീവ് ഫ്രണ്ടിലേക്ക് കയറ്റി വിടുക. ഇത് കഴിഞ്ഞ് നെഗറ്റീവ് കേബിള് CCTV കേബിളിൻ്റെ നെഗറ്റീവ് കേബിള് ഇതുപോലെ ബാക്കിലൂടെ വലിച്ചെടുത്തിട്ട് നെഗറ്റീവ് ടെർമിനലിൽ ക്രോസ് ആയി ചുറ്റിയിടുക, ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അപ്പോൾ ഇൻഡു പോലെ നമുക്ക് ചുറ്റിയിടുക. ഒരു കാരണവശാലും ഇങ്ങനെ ചുറ്റിയെടുത്താൽ ഈ കേബിള് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് യാതൊരു കാരണവശാലും ഷോർട്ട് ആവുകയില്ല. വീഡിയോയിൽ ഒരു ഗ്രെയിൻസോ ഒന്നും വരാതെയിരിക്കും ഇതുപോലെ ചെയ്തെടുത്താൽ. ഒരു നോസ് പ്ലെയർ ഉപയോഗിച്ച് ഇവിടെ നന്നായി പ്രസ് ചെയ്ത്. അപ്പോൾ ഈ കേബിളിൻ്റെ ഫുള്ള് ലോഡ് നെഗറ്റീവ് ടെർമിനലിൽ വന്നുകൊള്ളും. എവിടെ ആ കേബിൾ അനക്കിയാലും ആ കോപ്പറിൻ്റെ കമ്പി ഒടിഞ്ഞു പോവുകയില്ല. ചുറ്റി കട്ട് ചെയ്ത് മാറ്റുക ബാക്കിയുള്ളത്. അതിനുശേഷം ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് നന്നായി ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ BNCയുടെ ബാക്കിലെ കവർ അടച്ചു കൊടുക്കാം. വീഡിയോയുടെ കേബിൾ ഇതുപോലെയാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ എവിടെ വലിച്ചാലും ആ കോപ്പറിൻ്റെ കമ്പി ഒടിഞ്ഞു പോവുകയില്ല. മാത്രമല്ല കേബിളിന് ഒരു സപ്പോർട്ടും കിട്ടും. ഇനി നമുക്ക് DC പിന്നിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് 3 വയറാണുള്ളത്. റെഡും ബ്ലാക്കും വയർ എടുക്കുക. റെഡ് പോസിറ്റീവായിട്ടും ബ്ലാക്ക് നെഗറ്റീവായിട്ടും. മഞ്ഞ വയർ ഉപയോഗിക്കുന്നത് ഓഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാ ക്യാമറകളിലും മൈക്ക് ഇൻബിൽറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് മഞ്ഞ കേബിളിൻ്റെ ആവശ്യം വരുന്നില്ല. അതിനുശേഷം DC പിന്നിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഈ റെഡ് വയർ കണക്ട് ചെയ്യുക.
നെഗറ്റീവ് ടെർമിനലിലേക്ക് ബ്ലാക്ക് വയറും കയറ്റി വെച്ച് സ്ക്രൂ ചെയ്തെടുക്കുക. യെല്ലോ വയർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ടേപ്പ് വെച്ച് ചുറ്റി വയ്ക്കാം. വേണ്ട എന്നുണ്ടെങ്കിൽ അത് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് റെഡും ബ്ലാക്കും വയറിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ യെല്ലോ വയർ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ പിന്നാണ് നമുക്ക് CCTV ക്യാമറയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഈ എൻഡാണ്. ഒരു സൈഡിൽ BNCയും എൻഡിൽ DC പിന്നും ഉണ്ടാവും. ഇതാണ് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യേണ്ട പോർഷൻ. ഇനി നമുക്ക് DVRലേക്ക് കണക്ട് ചെയ്യേണ്ട എൻഡ് ഇതുപോലെ തന്നെ കേബിളിൻ്റെ അങ്ങേയറ്റം ഇതുപോലെ തന്നെ സ്ലീവ് കളഞ്ഞെടുക്കുക. അലുമിനിയം ഫോയിൽ പേപ്പർ റിമൂവ് ചെയ്ത് മാറ്റുകയും BNCയുടെ കവർ ആദ്യം കേബിളിലൂടെ ഇറക്കി വിടുക. ഇനി നമുക്ക് ഈ വെള്ള വയറും 1 സെൻറ്റിമീറ്റർ ലെങ്തിൽ ഇൻസുലേഷൻ കളഞ്ഞെടുക്കണം. നെഗറ്റീവ് ടെർമിനൽ ഇതുപോലെ നന്നായി പിരിച്ചെടുക്കുക. ഇതാണ് നമ്മൾ നെഗറ്റീവിന് ഉപയോഗിക്കുന്നത്. DVRലേക്ക് ഇടേണ്ട സ്ലീവിന് കുറച്ചുകൂടി ലെങ്ത്ത് വേണമെങ്കിൽ നമുക്ക് കൂട്ടിയിടാം. BNCയുടെ നെഗറ്റീവ് ടെർമിനലിൽ അകത്തിയെടുക്കുക. പോസിറ്റീവ് ടെർമിനലിൽ സ്ക്രൂ അഴിച്ചു വയ്ക്കുക. സ്ലീവ് വയർ കയറ്റി മെഷർമെൻ്റ് എടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നെഗറ്റീവ് ടെർമിനലിൻ്റെ എൻഡിലായിട്ട് ക്രോസ് കട്ട് ചെയ്യുക. ആദ്യം ചെയ്ത പോലെ തന്നെ സ്ലീവ് വയർ കയറ്റിയിടുക. ആ വെട്ടിലൂടെ നെഗറ്റീവ് വയർ ബാക്കിലേക്ക് വലിച്ച് ക്രോസായിട്ട് ചുറ്റിയിടുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചുറ്റിയിടുക. അപ്പോൾ ഇൻഡ് പോലെ ക്രോസായി കിട്ടും. അതിനുശേഷം ആവശ്യത്തിന് ലെങ്തിലെടുത്ത് കട്ട് ചെയ്ത് നോസ് പ്ലെയർ ഉപയോഗിച്ച് ഇത് പ്രസ് ചെയ്തിടുക. അതിനുശേഷം ഇനി നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിയെടുക്കാം. എടുത്തിട്ട് ഇതുപോലെ സ്ലീവ് കളയുക. പക്ഷേ നമുക്കിവിടെ DC പിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിത് ഈ ചുവന്ന വയർ പോസിറ്റീവും ബ്ലാക്ക് വയർ നെഗറ്റീവിലേക്കും SMPSലേക്ക് ഡയറക്റ്റ് സ്ക്രൂ ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട്
ഇവിടെ നമുക്ക് ഡി സി പിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.